അഫാൻ എന്ന് പറയുന്ന 23-കാരൻ അവനെ മനുഷ്യനാണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല, മൃഗമാണെന്ന് പറയാൻ കഴിയില്ല. മൃഗങ്ങൾക്ക് ഇവനെക്കാട്ടിലും സഹതാപം തോന്നുമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലും തോന്നാത്ത ഒരു കൊടും പിശാച് ഇപ്പൊ എല്ലാ ഭാഗത്തു നിന്നും വരുന്നത്. ഇവന് പരിശീലനം കിട്ടിയിട്ടുണ്ട്, ഭീകര പരിശീലനം കിട്ടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇവനെ രക്ഷപ്പെടുത്താൻ പിന്നിൽ ആരൊക്കെയോ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ താക്കോല് കറക്കിക്കൊണ്ട് ഞാനൊന്ന് ഒപ്പിട്ടിട്ട് വരട്ടെ മച്ചാനെ എന്ന് പറഞ്ഞുകൊണ്ട് 23 വയസ്സല്ലേ. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന നീതിന്യായ വ്യവസ്ഥ എന്താണെന്നും ഒരു കൊല നടത്തിയാൽ എന്തൊക്കെ ശിക്ഷ നമുക്ക് ലഭിക്കാവുന്നതെന്നും അറിയാത്തവനല്ലല്ലോ. ഇപ്പോ ഇവിടുത്തെ ഈ സ്ഥലത്തെ പള്ളി കമ്മിറ്റികൾ വരെ മൗനത്തിലാണ്. എന്തോ ഇതിന്റെ പിന്നിലുണ്ട്, ആരോ ഇവനെ രക്ഷപ്പെടുത്താമെന്ന് ഇവന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്ത്. അല്ലെങ്കിൽ ഏതെങ്കിലും തീവ്രവാദ സംഘങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ഇവൻ താല്പര്യപ്പെട്ട് കണ്ടിട്ടുണ്ടാകണം. അതിന് മുന്നോടിയായുള്ള പരിശീലനം വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങിയതായിരിക്കണം. കാരണം ഇവൻ ബോധം വന്നപ്പോൾ അല്ലെങ്കിൽ ആരോഗ്യനില വീണ്ടെടുത്തപ്പോൾ പോലീസുകാരോട് ചോദിച്ചത് ഉമ്മ ചത്തില്ലേ സാറേ എന്നാണ്. അപ്പൊ അത്രയും ക്രൂരനായ ഒരുത്തൻ എന്തായിരിക്കും പോലീസിൽ മറയ്ക്കാൻ ശ്രമിക്കുന്നത്? പോലീസ് നമുക്ക് മറയ്ക്കാൻ ശ്രമിക്കണുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. കാരണം പോലീസ് ചിലപ്പോൾ വ്യക്തമായ റൂട്ടിൽ കൂടെ ആയിരിക്കും അവർ പോയിക്കൊണ്ടിരിക്കണേ. പിന്നെ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പറയുന്ന അഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ വീടും സമീപമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നുണ്ട്. പക്ഷെ ഇവരെ സംബന്ധിച്ച് ഇവൻ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ പള്ളികളിൽ കേന്ദ്രീകരിച്ച് ഇവന്റെ പള്ളിയിലുള്ള ആളുകൾ എന്ത് ഇവനെ കുറിച്ചൊന്നും പറയാത്തെ, അല്ലെങ്കിൽ ഇവരുടെ പള്ളിയിലുള്ള പുരോഹിതനോ അങ്ങനെയുള്ളവരൊന്നും ഇവന്റെ ഒരു കാര്യങ്ങൾ പുറത്തു വിടുന്നില്ല. അതിന്റെ കാരണം എന്തായിരിക്കും? അത് നമ്മൾ ശരിക്കും അതിനെക്കുറിച്ച് ഒരു ചാനലുകാരും ഇതുവരെ സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ അതെന്താ എന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ഇവന് പോപ്പുലർ ഫണ്ട് പോലെ അല്ലെങ്കിൽ SDPI പോലെയുള്ള സംഘടനകളുടെ ട്രെയിനിങ് കിട്ടിയെന്നും കേൾക്കുന്നുണ്ട്. ഇതൊക്കെ എത്രത്തോളം സത്യവും വാസ്തവമാണെന്ന് നമുക്കറിയില്ല, ഇങ്ങനെ കേൾക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് എവിടുന്ന് വന്നു? എങ്ങനെ അവൻ ആ ട്രെയിനിങ് കിട്ടി? ഈ ചുറ്റിക നമ്മൾ കൂടുതലും കണ്ടിരിക്കുന്നത് ഈ SDPIയുടെയോ അല്ലെങ്കിൽ പോപ്പുലർ ഫണ്ടിന്റെ ആളുകളാണ് ഇത് കൂടുതലും. അങ്ങനെ അവരുടെ കാരണം നമുക്ക് TP ശ്രീനിവാസൻ അതുപോലുള്ള ഒരുപാട് പേരുടെ കാര്യങ്ങൾ നമുക്കറിയാം. ഇവരുടെ ഒരു സ്ഥിരം പാറ്റേൺ ആണ്, ഒരു ആയുധമാണ് ഈ പറയുന്ന നമ്മൾ റിപ്പറിന് ശേഷം കേട്ടേക്കുന്നത് ഇവരുടെ കയ്യിലാണ്. പിന്നെ ഈ വടുവാള് കൊണ്ട് മൃഗങ്ങളെ വെട്ടിക്കൊല്ലുന്ന പരിശീലനമൊക്കെ ഇവര് നേരത്തെ ഇവിടെ കൊച്ചിയിലൊക്കെ ഇഷ്ടം പോലെ നടന്നിട്ടുള്ളതാണ്. അപ്പൊ അതുപോലെ എന്തെങ്കിലും ഒരു ട്രെയിനിങ്ങോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഇവരെന്ന് നമുക്കറിയില്ല. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു ട്രെയിനിങ് കിട്ടി മൈൻഡ് ബ്ലോക്ക് ആക്കിയവർക്ക് മാത്രമേ സ്വന്തം ഉമ്മയോട് പോലും ഉമ്മ മരിച്ചു സാറേ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ അങ്ങനെ ഒരു വാക്കൊക്കെ സ്വന്തം അമ്മയെ കുറിച്ച് പറയാൻ പറ്റണമെങ്കിൽ അത് ഇതേപോലുള്ള ആളുകൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ആ വ്യക്തമായിട്ട്, അതായത് അവന്റെ കുടുംബത്തിനെ പോലും മറന്ന് അല്ലെങ്കിൽ ജീവിതത്തിന് ചുറ്റും ഒരു ദിവസം നമ്മൾ ജനിച്ച അന്ന് മുതൽ കാണുന്ന ആളുകളാണ് ഈ പറയുന്ന ഇത്രയും പേര്. പിന്നെ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ജീവിത പങ്കാളിയായിട്ട് അല്ലെങ്കിൽ ഒരു ലവറാണ് അവൻ്റെ. അത് ആ പെൺകുട്ടിയോട് ഇങ്ങനെ അവൻ കാണിക്കണമെങ്കിൽ അവന് വ്യക്തമായിട്ടും അവന്റെ മനസ്സ് ഒരു പിശാച് എന്നല്ല, അതിന്റെ അപ്പുറം ഉണ്ടെങ്കിൽ അത് പറയേണ്ടി വരും. ഇന്നലെ തന്നെ വേറൊരു പയ്യൻ അമ്മയുടെ ചെവി അടിച്ചു പൊട്ടിച്ചു. അമ്മയുടെ ചെവി അടിച്ചു പൊട്ടിച്ച് മയക്കുമരുന്ന് കിട്ടാത്തതിന്. അത് പോയിട്ട് വേറൊരു സംഭവം കണ്ടത്, പ്രസവിച്ച് കിടക്കുന്ന സഹോദരിയുടെ റൂമിലേക്ക് കയറരുത് എന്ന് പറഞ്ഞതിന് പിന്നെ വീട്ടിൽ അമ്മയെയും സഹോദരി അടിച്ചു എന്ന്. പിന്നെ അച്ഛൻ വീട്ടിൽ സ്വാതന്ത്ര്യം കൊടുക്കാത്തതിന്റെ പേരിൽ 19കാരൻ അച്ഛനെ കൊന്നു. പിന്നെ ഇത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ പണ്ടൊക്കെയാണ് റെയിൽവേ ട്രാക്കിൽ വീണ് മരിക്കുന്ന ആളുകള് റെയിൽവേ ട്രാക്കിൽ മരി. ഇന്നിപ്പോ അതേ ഏറ്റുമാനൂർ അത് നടന്ന്. കാരണം കേരളത്തിൽ ഇപ്പൊ ഏതാണ്ട് മരണം എന്ന് പറയുന്നത് ഒരു തുടർക്കഥ ഈ വർഷം മുതൽ. അതിൻ്റെയൊക്കെ ഒരു കാരണം സാമ്പത്തികമാണ്. കേരളത്തിൽ സാമ്പത്തികമായിട്ട് എല്ലാവരും പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെയൊക്കെ കാരണം ഗവൺമെന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെ, എനിക്ക് തോന്നി അഫാന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇവന്റെ മനുഷ്യത്വം മരവിച്ചു പോയി. ആ തരത്തിലേക്ക് ഇവൻ മാറിയിരിക്കുന്നു. ഇവന്റെ യാത്രകൾ എങ്ങോട്ടാണ്, ഈ രാത്രികാലങ്ങളിലെ യാത്രകൾ എങ്ങോട്ടാണ്, ആരുമായിട്ടൊക്കെയാണ് ഇവര് ബന്ധം. അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ദുരൂഹത ഇവന് ചുറ്റുമുണ്ട്. അച്ഛൻ 1 ലക്ഷം രൂപ പണമായി അയച്ചു കൊടുത്തു എന്ന് പറയുന്നു. അപ്പൊ ഈ പണം എവിടെ നിന്നാണ് കിട്ടിയത്? ഇപ്പോൾ ഈ ഫർസാന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ സത്യങ്ങൾ തുറന്നു പറഞ്ഞതിന് ശേഷമാണ് അവളെ കൊന്നത് എന്ന് പറയുന്നു. ഉമ്മയെ കൊന്നു, ഉമ്മമ്മയെ കൊന്നു, വലിയച്ഛനെയും വലിയമ്മയും കൊന്നു, അനിയനെയും കൊന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇവളെ മൃഗീയമായി കൊലപ്പെടുത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അത്തരത്തിൽ ഇവന് ചെയ്യാൻ തോന്നിയത് എന്തുകൊണ്ടാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പിന്നെ അവിടുത്തെ ആളുകളൊക്കെ പറയുന്നത് ശ്രദ്ധിച്ചോ, ഒരാൾ പോലും ഇവനെ കുറിച്ച് മോശം പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർ ചോദിക്കും, നല്ലവനെ കുറിച്ച് എന്ത് നല്ലവൻ?
സ്വന്തം അമ്മയെയും പ്രണയിനിയെയും സഹോദരനെയും ചുറ്റിയൊക്കെ അടിച്ച് തല പിളർന്ന് അനിയന്റെ കണ്ണകത്തേക്ക് പോയി എന്നാ പറയുന്നത്. അപ്പൊ എന്ത് ക്രൂരമായിട്ടായിരിക്കും ആ 13-കാരനെ കൊന്നത്. നിൽക്കുന്ന പോലെയാണ് കുട്ടിയുടെ മുഖം ഇരുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എന്നിട്ട് പറയുന്നു അവൻ 5 നേരം നിസ്കരിക്കുന്നു, അവൻ നല്ലവനാണ്, അവൻ സമൂഹത്തിൽ ആളുകളോട് ആരോട് ചോദിച്ചാലും പറയും അവന് നല്ല സ്വഭാവമാണ്, അവൻ പിന്നെ ആളുകളോട് പെരുമാറുന്നത് അങ്ങനെയാണ്, പിന്നെ നാട്ടുകാരോടൊക്കെ ഇടപെടുന്ന രീതി കുറവാണ്. ചിലപ്പോ ഈ ആളുകളെ മുഴുവൻ കൊന്നിട്ട് ബോംബ് വെച്ചും വണ്ടിയിൽ ബോംബ് വെച്ചും കുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നിട്ട് പറയില്ല സ്വർഗരാജ്യം കിട്ടാൻ വേണ്ടിയാണ്. ശരിക്കും അത് അങ്ങനെ പറയുന്ന പോലെ ഇരിക്കും. 5 പേരെ കൊന്നിട്ട് ഇവരെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണല്ലോ, നിങ്ങളുടെ ജീവിതം ഇവിടെയല്ല, തീവ്രവാദികൾ ഇവരെ പരിശീലനം നടത്തുന്നത് അങ്ങനെയെന്നാ പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെയല്ല നിങ്ങളുടെ ജീവിതം അവിടെ സ്വർഗത്താണ്. അവിടെ കൂറികളുണ്ട്, മദ്യപ്പുഴയുണ്ട്, പാൽപ്പുഴയുണ്ട്, ആപ്പിളുണ്ട്, വീടുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ ഉസ്താദുമാർ അവിടെ പോയി കണ്ടിട്ട് വരുന്നു. ഇവരവിടെ പോയി കണ്ടിട്ട് വന്നിട്ട് ഇവരോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ നമ്മൾ കേട്ടിട്ടുള്ള എന്താ സ്വർഗവും നരകവും ഉണ്ട്, നല്ലത് ചെയ്താൽ സ്വർഗത്തിൽ പോവും, മോശം ചെയ്താൽ നരകത്തിൽ. ഇവിടെ പറയുന്നത് നിങ്ങൾ ഇത്തരം പ്രവർത്തികൾ ചെയ്താലേ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്ന്. ഇപ്പൊ ഇവൻ ഒരു പ്രത്യേക സമുദായത്തിലായതുകൊണ്ട് ഇവനെതിരെ ഒരു രീതിയിലുള്ള മരിച്ചാൽ പിന്നെ ഭാര്യ ചിരിക്കാൻ പോലും പാടില്ല, യാത്ര പോലും മൂലയ്ക്ക് കുത്തിയിരിക്കണം എന്ന് പറയുന്ന ആളുകളാണ്. ഇപ്പൊ ഇവന്റെ ഈ 23 വയസ്സുകാരനായി അഫാൻ ഒരു പ്രത്യേക സമുദായത്തിലുള്ളവനാണ്. ഇവനെതിരെ ശബ്ദിക്കാൻ ആരും ശ്രമിക്കുന്നില്ല, ഇവനെതിരെ ഒരു മോശം വാക്ക് പറയുന്നില്ല. ചാനൽ ചർച്ചകളിലൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം. ഇതിന്റെ സ്ഥാനത്ത് വല്ലോ ഏതെങ്കിലും ഒരു രതീഷോ രാജേഷോ ക്രിസ്റ്റഫറോ അങ്ങനെ ആരെങ്കിലും വരുന്നെങ്കിൽ അവന് സംഘിബെത്താം. അപ്പൊ ഏതെങ്കിലും സമയത്ത് BJP ജാഥ പോയപ്പോ ഒന്ന് കയ്യും കെട്ടി നോക്കി നിന്നാ മതി, അവൻ സംഘിയായിരുന്നു, അതുകൊണ്ടാണ് അവൻ ഈ ക്രൂരത ചെയ്തത്, RSSന്റെ അതേ മനോഭാവമാണ് ഇവനും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ സംഘിയാക്കും, അവനെ BJP-കാരനാക്കും. ഇനി ഏതെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിൽ അത് വേറെ രീതിയിൽ കൊണ്ടുവരും. ഈ സമുദായക്കാരെ തൊടാൻ ഇത്രയും മൃഗീയമായ കൊലപാതകം ചെയ്തവനെ എന്ത് സൗമ്യമായാണ് ഓരോ ചാനലുകളിൽ ആളുകൾ പ്രസന്റ് ചെയ്യുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ്. ഇവരുടെ വീടിന്റെ തൊട്ടടുത്തുള്ള പള്ളി കമ്മിറ്റികളിലൊന്നും അന്വേഷിക്കുന്നില്ല ആരും. അതെ, ഈ പള്ളി കമ്മിറ്റി ഒരു സ്വാഭാവികമായിട്ടും ഈ ഹിന്ദു എന്ന് മാറ്റി വെച്ചിട്ട് ഇപ്പൊ ക്രിസ്ത്യനോ മുസ്ലിമോ ആണെങ്കിൽ അവർക്ക് 2 പേർക്കും ഉള്ളൊരു പ്രത്യേകിച്ച് അവർ കൂടുതലും പള്ളികളുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടും. അപ്പൊ അവിടുത്തെ ഒരു പുരോഹിതന് അതിന്റെ ചാർജ് ഉണ്ടാവും, ആ ചാർജ് ഉള്ള ആൾക്ക് ഇവരുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഇപ്പൊ ഇവൻ 5 നേരം നിസ്കരിക്കണമെങ്കിൽ ഇവൻ എന്തായാലും അവിടെ ചെന്ന് സംസാരിക്കണമല്ലേ. അപ്പൊ അവനെ കുറിച്ച് എന്തുകൊണ്ട് ഈ പള്ളിയിലെ ഒരു പുരോഹിതനൊന്നും പറയാനില്ലേ? ഇല്ല, അവർക്കൊന്നും പറയാനില്ല. കാരണം അവൻ സൗമ്യനാണ്, അവൻ നല്ല സ്വഭാവമുള്ളവനാണ്, അവൻ നാട്ടുകാരെ സ്നേഹിക്കുന്നവനാണ്, വീട്ടുകാരെ സ്നേഹിക്കുന്നവനാണ്. പക്ഷേ അവന്റെ ഒരു വീട്ടുകാരെ സ്നേഹിച്ചതിന്റെ ഉത്തരം കണ്ടു. ഇനിയിപ്പോ നാട്ടുകാരെ കൂടെ സ്നേഹിക്കാതിരിക്കുവോ നല്ലത്? അല്ലേ, ഇനിയിപ്പോ അവൻ രക്ഷപ്പെടും. ലഹരിയും മാനസിക രോഗവും അവൻ രക്ഷപ്പെട്ട് ഈസി ആയിട്ട് ഊരി വരും. അവനെ രക്ഷപ്പെടുത്താമെന്ന് ആരെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് അവൻ പറയുന്ന പോലെ അവനൊരു ട്രെയിനിങ് ഒക്കെ കിട്ടിയവനാണെങ്കിൽ അവൻ തീർച്ചയായിട്ടും മാനസിക രോഗം ഉള്ളവനായി തീരും. അത് മാത്രമല്ല, ഇപ്പൊ അവനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് വീൽ ചെയറിൽ കൊണ്ടുവരും നമ്മൾ കാണുമ്പോൾ എന്തോ സാഹസിക പ്രവൃത്തി ചെയ്ത ആളുകളെ ഭയങ്കര ചിരിയോ, അവനൊരു കൂസലും ഇല്ല, ഒരു പശ്ചാത്താപവും ഇല്ല, ഒരു തരത്തിലുള്ള ഒരു മാനസിക ബുദ്ധിമുട്ട് അവനില്ല. പക്ഷെ ജയിലിൽ ചെന്നിട്ട് ജയിലിൽ നിൽക്കുന്നവരെ സ്നേഹിക്കുമെന്ന് എനിക്കറിയില്ല. അതെ, ഈ സ്നേഹം ഒരുപാട് ചുറ്റും നിൽക്കുന്നത്. ഇപ്പൊ ഇവൻ ഇപ്പൊ ജീവപര്യന്തം കെട്ടി ജയിലിൽ കിടന്നാൽ ഇവൻ അതിന്റെ ഉള്ളിലുള്ളവരെ സ്നേഹിച്ച് അവരുടെ അവസ്ഥ. വീട്ടുകാരെ ഇത്രയും കാര്യമായിട്ട് സ്നേഹിച്ചവൻ ജയിലിലുള്ള പോലീസുകാരെയും സഹതടവുകാരെയും കൂടെ സ്നേഹിച്ചാലുള്ള അവസ്ഥ ഒരു ചിട്ടികയിലൊന്നും തീരൂല. കാരണം ഒരാൾ അവിടെ കിടന്ന് സ്നേഹിച്ചിട്ടാണ് ഷെറിന്റെ കൂടെ നിൽക്കുന്ന വിദേശ വനിതയുടെ അവസ്ഥ ഇതാ. അപ്പൊ പിന്നെ ഇനിയിപ്പൊ പോലത്തെ പെങ്കൊച്ച്